സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് നവവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഉടൻ നടക്കാൻ പോവുകയാണ്. ഖോർഗി ഭവനിൽ മന്ത്രി KN ബാലഗോപാൽ ആദ്യ നറുക്കെടുപ്പ് നടത്തും. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കുകയും ചെയ്ത മന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിക്കഴിഞ്ഞു. ആരാണ് ആ ഭാഗ്യശാലി എന്നത് കാത്തിരിക്കുകയാണ് കേരളം ഒന്നാകെ. സുനിഷ അയ്യലൂരിന്റെ വിശദാംശങ്ങളുമായി. സുനിഷ, റെക്കോർഡ് വിൽപ്പനയാണ് നടന്നിട്ടുള്ളത് ടിക്കറ്റുകളിൽ. ഇതാ ഇപ്പോൾ മന്ത്രിയൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ആരാണ് ക്രിസ്മസ് നവവത്സര ബമ്പർ ജേതാവ് എന്നറിയാൻ? വിനീത, അങ്ങനെ തന്നെയാണ്. ഏതായാലും ആ ഭാഗ്യശാലി ആര്, കോടീശ്വരൻ ആര് എന്ന് കാത്തിരിക്കുക തന്നെയാണ്. ഇനി വെറും സെക്കൻഡുകൾ മാത്രം ബാക്കി. ഇതാ മിനിസ്റ്റർ എത്തിക്കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ നറുക്കെടുപ്പ് ആരംഭിക്കുമെന്നുള്ളതാണ്. ആദ്യ നറുക്കെടുപ്പ് മന്ത്രി KN ബാലഗോപാലാണ് നടത്തുക. ആ നമ്പർ അത് ഏതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. 20 കോടിയാണ് ആ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഓണം ബമ്പറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ബമ്പറിലേക്ക് എത്തുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, 21 പേർ ഇതിൽ കോടീശ്വരന്മാരാകുന്നു എന്നതാണ്. അതായത് ആദ്യ സമ്മാനം 20 കോടി, ഒപ്പം തന്നെ രണ്ടാം സമ്മാനമായി. ഇനി ഒന്നാം സമ്മാനം കിട്ടിയില്ലെങ്കിലും ആ 20 ആളുകളിൽ ഒരാളായാൽ മതി എന്നതാണ് ചിലരുടെ ആഗ്രഹം. കാരണം 20 പേർക്ക് 1 കോടി രൂപ വീതമാണ് രണ്ടാം സമ്മാനം ലഭിക്കുന്നത് എന്നതാണ്. അങ്ങനെ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇതാ ബസർ അമർത്തുന്നതോടുകൂടി ഈ ബോർഡിൽ കൃത്യമായി ആ നമ്പറും സീരീസും പ്രത്യക്ഷപ്പെടും. ആ ഭാഗ്യശാലി അത് ആരാണ്, എവിടെയാണ് എന്നതൊക്കെ ആയിരിക്കും. കഴിഞ്ഞ ഓണം ബമ്പറിനടക്കം നമ്മൾ വലിയ ആകാംക്ഷയോടെ കാത്തുനിന്നതായിരുന്നു. അപ്പോഴാണ് വയനാട് നിന്ന് പോയ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് എന്ന് കണ്ടെത്തുന്നത്. അത് കേരളത്തിലുള്ളതല്ല, പുറത്തുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ കേരളത്തിലുള്ളവരാണോ പുറത്തു നിന്നുള്ളവരാണോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. അതാരാണ് എന്നത് അല്പസമയത്തിനകം തന്നെ കാണാൻ പറ്റും. ഇതാ ഇവിടെ നറുക്കെടുപ്പ് ആരംഭിക്കാൻ പോവുകയാണ് വിനിത. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിൽപ്പനയുമായി 47,65,650 ടിക്കറ്റുകൾ, അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ അധികം വിൽക്കാൻ നമുക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ചടങ്ങിൽ സംഗീതരായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവരുടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം എംഎൽഎമാരായ ശ്രീ സമ്മാന ഘടന മാറിയിട്ടുണ്ട്. 22 പേരെ കോടിപതിയാക്കും ക്രിസ്മസ് ബമ്പർ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനോടകം തന്നെ റെക്കോർഡ് വിൽപ്പനയാണ് ടിക്കറ്റിനുണ്ടായിരിക്കുന്നത്. ഭാഗ്യദേവത ഇതാ മാടി വിളിക്കുകയാണ്. ഇനി ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ ഏതാനും നിമിഷം മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കറിയാം XA മുതൽ XL വരെ 10 സീരീസുകളിലായാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ പുറത്തിറക്കിയിരുന്നത്. 400 രൂപ ടിക്കറ്റിൽ ഒന്നാം സമ്മാനം 20 കോടി രൂപയാണ്. ആരാണ് ആ ഭാഗ്യശാലി? 21 കോടിപതിമാർ വേറെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രത്യേകത. സമ്മർ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളെ ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകളെ ക്ഷണിക്കുന്നു. സമ്മർ ബമ്പറിന്റെ പ്രകാശനമാണ് നടക്കുന്നത്. സമ്മർ ബമ്പർ ഭാഗ്യക്കുറി 10 കോടി രൂപയുള്ള സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനമാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും നറുക്കെടുപ്പ്.